സങ്കീർത്തനം 6. കഷ്ടതയിലും രോഗത്തിലും കരുണയ്ക്കായി. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ദണ്ഡിക്കരുതേ. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ തളർന്നിരിക്കുന്നു. എന്റെ അസ്ഥികൾ വിറയ്ക്കുന്നതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നു. കർത്താവേ, മടങ്ങിവന്ന് എന്റെ പ്രാണനെ വിടുവിക്കണമേ. അങ്ങയുടെ കരുണ നിമിത്തം എന്നെ രക്ഷിക്കണമേ. എന്റെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുവല്ലോ. കർത്താവ് എന്റെ യാചന കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ചു പിന്മാറട്ടെ. സങ്കീർത്തനം 7. നീതിമാന്റെ സംരക്ഷണത്തിനായി. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ പിന്തുടരുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സിംഹത്തെപ്പോലെ അവർ എന്റെ പ്രാണനെ ചീന്തിക്കളയാതിരിക്കട്ടെ. ദൈവമേ, അവിടുന്ന് നീതിയുള്ള ന്യായാധിപനാകുന്നു. ശത്രു ഒരു കുഴി കുഴിച്ച് അതിനെ ആഴമാക്കി അവൻ തന്നെ താൻ ഉണ്ടാക്കിയ കുഴിയിൽ വീഴട്ടെ. അവന്റെ ഉപദ്രവം അവന്റെ തലയിലേക്ക് തന്നെ തിരിയട്ടെ. കർത്താവിന്റെ നീതിക്ക് തക്കവണ്ണം ഞാൻ അവിടുത്തെ സ്തുതിക്കും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തെ ഞാൻ കീർത്തനം ചെയ്യും. ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്ന ദൈവമേ, അവിടുന്ന് എന്റെ പരിചയാകുന്നു. സങ്കീർത്തനം 8. സൃഷ്ടികർത്താവിനെ പുകഴ്ത്താൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര മഹത്വമുള്ളതാകുന്നു. ആകാശങ്ങളിൽ അവിടുന്ന് അങ്ങയുടെ തേജസ് വെച്ചിരിക്കുന്നു. അങ്ങയുടെ വിരലുകളുടെ പ്രവൃത്തിയായ ആകാശത്തെയും അവിടുന്നാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ അവിടുന്ന് ഓർത്തുകൊള്ളുവാൻ അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവൻ എന്തുമാത്രമുള്ളൂ. അവിടുന്ന് അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കി. സർവഭൂമിയിലും അങ്ങയുടെ നാമം എത്ര ശ്രേഷ്ഠമാകുന്നു. സങ്കീർത്തനം 9. ദൈവത്തിന്റെ നീതിയിലുള്ള സന്തോഷം. ഞാൻ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും. അങ്ങയുടെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. അത്യുന്നതനായുള്ളോവേ, ഞാൻ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കും. ശത്രുക്കൾ പിന്തിരിഞ്ഞു വീണ് നശിച്ചു പോകുന്നു. കർത്താവെ, അവിടുന്ന് ന്യായപീഠത്തിലിരുന്നു നീതിയോടെ വിധിക്കുന്നു. കർത്താവ് എളിയവന് ഒരു അഭയസ്ഥാനവും കഷ്ടകാലത്ത് ഒരു ഗോപുരവുമാകുന്നു. അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങയിൽ ആശ്രയിക്കും. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ലല്ലോ. കർത്താവിനെ സ്തുതിച്ചു പാടുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ പ്രസിദ്ധമാക്കുവിൻ. സങ്കീർത്തനം 10. ദരിദ്രന്റെയും അശരണന്റെയും നിലവിളി. കർത്താവെ, അവിടുന്ന് ദൂരത്തു മാറി നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത്? ദുഷ്ടൻ തന്റെ ഗർവ് കൊണ്ട് എളിയവനെ ദഹിപ്പിക്കുന്നു. ദുഷ്ടൻ തന്റെ ഹൃദയത്തിലെ മോഹങ്ങളിൽ പ്രശംസിക്കുന്നു. തന്റെ വിചാരങ്ങളിൽ ഒന്നിലും ദൈവമില്ല. എങ്കിലും ദൈവമേ, അവിടുന്ന് ഇത് കാണുന്നു. ഉപദ്രവവും ക്രോധവും അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അശരണൻ തന്നെത്താൻ അങ്ങേ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനാഥന് സഹായിയാകുന്നു. എളിയവരുടെ ആഗ്രഹം അവിടുന്ന് കേട്ടിരിക്കുന്നു. അവിടുന്ന് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കും. ഭൂമിയിലുള്ള മനുഷ്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കേണ്ടതിന് അനാഥനും മർദ്ദിതനും ന്യായം നടത്തിക്കൊടുക്കണമേ.